അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ 3 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. നമുക്കൊരു കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പുഡിങ് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാങ്ങ നമുക്കൊന്ന് അരിച്ച് അതിലത്തെ നാര് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയെടുക്കാം. നന്നായി അരിച്ച് നല്ല കുറുകിയ ഒരു ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള നമ്മളെ ജ്യൂസ്, മാങ്ങയുടെ ജ്യൂസ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് തുള്ളി വരുമ്പോൾ നമുക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റാവുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയും മാങ്കോയുടെ ജ്യൂസും കൂടെ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തിട്ട് കട്ടയില്ലാതെ കലക്കിയിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് തിക്കായി പോവും. കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സായി കുറുകി വന്നിട്ടുണ്ട്. മുറിഞ്ഞു വീഴുന്നൊരു പരുവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ചേർത്ത പാടെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അത് റെഡിയായി എന്ന് വിചാരിക്കരുത്. നന്നായി ഇളക്കി നെയ്യും നമ്മുടെ ഈ മിക്സും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി കുറുകി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടിപ്പിടിക്കാതെ, പാനിലൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു പരുവായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഒന്ന് നെയ്യായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിതിന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാവും കിട്ടുക. കത്തിമലൊക്കെ ഒട്ടിപ്പിടിക്കും. നമ്മൾ 4 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കത്തിമേലൊന്നും ഒട്ടിപ്പിടിക്കണില്ല. നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ക്വയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. കൈമേലൊന്നും ഒട്ടിപ്പിടിക്കില്ല. എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ജെല്ലി ടൈപ്പാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇൻഗ്രീഡിയൻറ്റ് വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.